എൻ്റെ ഇരിപ്പും എഴുന്നേൽപ്പും നീ അറിയുന്നു. നീ അറിയാതൊരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാ. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നതിന് മുമ്പ് നീ എന്നെ കണ്ടു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കും. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും നിന്റെ കൈ എൻ്റെ മേലുണ്ട്. നിന്നെ വിട്ടുമാറാതിരിക്കാൻ നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. ഏഴ് വർഷം മുമ്പ് 2006 എൻ്റെ അപ്പൻ ഒരു പാസ്റ്റർ ഒരു ബിഗ് ഷോപ്പർ തോളെ വെച്ച് എൻ്റെ അമ്മ 2 ഫ്ലാസ്കൊക്കെ കൈ പിടിച്ച് എൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല. RCCന്ന് അന്നോട്ടേ വരാൻ പൈസ ഇല്ലാത്ത ദിവസങ്ങളിൽ ബസ്സിൽ ഇവിടെ വന്നിറങ്ങും. ഇവിടുന്ന് ശംഖുമുഖത്തിന് ബസ് കയറും. പക്ഷെ ഒരു കാര്യം പറയാം, അവൻ ആർക്കും കടക്കാരനല്ല. അതേ ബസ് സ്റ്റോപ്പിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അവൻ ആർക്കും ബാധ്യതയല്ലെന്ന് പറയാൻ എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി ചെലവാക്കിയതിൻ്റെ ഇരട്ടി എൻ്റെ ദൈവം എൻ്റെ കൈകളിൽ തന്നു. അനേക രാജ്യങ്ങളിൽ 1 വർഷത്തിനകത്ത് എന്നെ ദൈവം വിട്ടു. ഞാനിത് പറഞ്ഞത് അഹങ്കാരം കൊണ്ടല്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ദൈവനാമം പ്രതി നീ എന്തെങ്കിലും നിന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചയോ താഴ്ചയോ വന്നപ്പോൾ ആരെങ്കിലും യേശുവിനെ ചൊല്ലി നിന്നെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ഞാൻ കേട്ട മുഴുവൻ നിന്നയും പെന്തക്കോസ് നിന്ന് യേശുവിനെ കുറിച്ചുള്ള നിന്നയായിരുന്നു. ഹലോ, എന്നെ നിന്ദിച്ചതല്ല, യേശുവിനെയാണ് നിന്ദിച്ചത്. അവനാർക്കും കടക്കാരനല്ല. തിരുവനന്തപുരത്തുള്ള ദേവദാസന്മാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ നാമം പ്രതി പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ത്യാഗം സഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ യേശു ആർക്കും കടക്കാരനല്ല. എൻ്റെ അനിയൻ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടി എത്രയോ ദിവസങ്ങൾ ഉപവസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അമ്മ അവരുടെ കൂടെ ഇല്ല, എൻ്റെ കൂടെ ആയത് നിമിത്തം അന്ന് എൻ്റെ പെങ്ങൾക്ക് കഞ്ഞിയും കറിയൊന്നും വെക്കാനൊന്നും അറിയത്തൊന്നുമില്ല. പല നേരങ്ങൾ അവൻ കഴിക്കാതിരുന്നിട്ടുണ്ട്. രൂഫോസ് ഇവിടെ ഉണ്ടോ? രൂഫോസ് എന്തേ? രൂഫോസ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ ഇവനെ മോനെ എന്നാണ് വിളിക്കുന്നത്.
എന്നെ ഇവിടെ കൊണ്ടുവരുന്ന നിമിത്തം ഇവർക്ക് നല്ല ആഹാരം പോലും കിട്ടത്തില്ല. പാഴ്സനേജിൽ ഒറ്റയ്ക്ക് ഇവർ രണ്ടുപേരും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, അവർക്ക് നല്ല ആഹാരം കിട്ടണമെങ്കിൽ ഞാൻ മരിച്ചാലേ പറ്റൂ. നീ എന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശു ആർക്കും കടക്കാരനല്ല. ഞാൻ ഇവനെ ഇതുവരെയും വെളിയിൽ ഇറക്കാത്തതാ. ഇവൻ എന്നേക്കാ പവർഫുൾ വർഷിപ്പ് ലീഡറാ. സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഞായറാഴ്ച എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ശുശ്രൂഷ ആശാൻ ഇച്ചിരി പമ്മി നിൽക്കുമെങ്കിലും അവൻ എന്നേക്കാൾ വലിയ വർഷിപ്പ് ലീഡറാണ്. അവൻ ദൂത് പറയും. ഞാൻ പ്രവചിക്കാറില്ല, പക്ഷെ അവൻ പ്രവചിക്കും. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന വേദികളിൽ യേശു ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പം വലിയ ആളൊന്നും അല്ല, പക്ഷെ വിശ്വസ്തന്. ഞങ്ങളുടെ മാതാപിതാക്കളെ പറ്റി പറയാൻ ഒറ്റ സാക്ഷിയെ ഞങ്ങൾക്കുള്ളൂ. അവരൊന്നും സമ്പാദിച്ചിട്ടില്ല, ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ബട്ട് ദേ ആർ സോ ഫെയ്ത്ത്ഫുൾ. അവർ വിശ്വസ്തരാ. നല്ല 100% ഉറപ്പുണ്ട്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല. കർത്താവിനെ വെച്ചാൽ അടുത്ത ജനുവരിയിൽ ഇവൻ എഴുതിയ ഒരു പാട്ട് റിലീസ് ചെയ്യാൻ പോവാം. ഇന്ത്യ മുഴുവൻ അത് പാടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അവനാർക്കും കടക്കാരനല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. എത്ര അനുഗ്രഹം ദൈവം തന്നാലും അഹങ്കരിക്കാൻ പറ്റത്തില്ല. എത്ര അനുഗ്രഹം തന്നാലും അഹങ്കരിക്കാൻ പറ്റത്തില്ല. നല്ല ഒരു ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പം എനിക്ക് തിരുവനന്തപുരത്ത് മീറ്റിംഗ് വരും. ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേ എൻ്റെ ചങ്ക് പൂട്ടും. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. യേശുവിനെ പോലെ വേറെ ആരും. ആ കാര്യങ്ങളൊന്നും ഉയർത്തി പറയാൻ പറ്റുമോ? അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേ ഇല്ല, അവനെ പോലാരാധ്യൻ ഇല്ല. ആഹാ എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല
സ്നേഹമേ, നന്ദിയോടെ ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു, ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ പാടിക്ക. ഇത്ര നല്ല സ്നേഹമേ, ഇത്ര നല്ല നന്ദിയോടെ. ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കുറേ ദിവസം കൂടി 2 മാസത്തെ വിദേശയാത്രയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ വന്നു. ഒക്ടോബർ മാസം 1-ാം തീയതി. 60 ദിവസമായി എൻ്റെ അപ്പനും അമ്മയും കണ്ടിട്ട്. ഞാൻ അവരെ കണ്ട് ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു, അവർക്ക് ഉമ്മ കൊടുത്തു, എൻ്റെ പെട്ടി ഞാൻ അവരുടെ കൈ കൊടുത്തു. ഇതെല്ലാം എൻ്റെ അപ്പനെയും അമ്മയും കണ്ടപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോണി വന്ന് പറഞ്ഞിട്ടല്ല. ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും കണ്ടപ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോണിയുടെ ശുപാർശ എനിക്ക് വേണ്ട, എൻ്റെ അപ്പനെ കെട്ടിപ്പിടിക്കാനും എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാനും. ഇന്ന് പകൽ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് പാടിയാലും നിങ്ങൾക്ക് അറിയാൻ മേലാത്ത പാട്ട് പാടിയാലും നിങ്ങളെ ടച്ച് ചെയ്യുന്ന പാട്ട് പാടിയാലും ഇല്ലെങ്കിലും ദുബൈയിൽ നിന്ന് വന്ന് സാം ബ്രദറിനോ എറണാകുളത്ത് വന്ന എനിക്കോ ഞങ്ങളുടെ ശുപാർശ കേട്ടിട്ടല്ല നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഫയർ വിങ്സിങ്ങിൻ്റെ ക്യാമ്പുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ അടിക്കുക, കൈ പൊക്കെന്നൊന്നും ഞങ്ങൾ ആരും പറയത്തില്ല. ഇതെല്ലാം നിനക്ക് അവനോടുള്ള സ്നേഹവും. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോണിയുടെ ശുപാർശ കൂടാതെ അവൻ വന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞില്ല, അവൻ വന്ന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞില്ല. കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ചിന്തിയ, എൻ്റെ പ്രാണന് മറുവിലയായി എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശു എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം അത് ഹൃദയത്തിൽ നിന്ന് ഞാൻ ചെയ്യുമ്പം കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് അത് ചെയ്യുന്നെങ്കിൽ കർത്താവിന് അത് വേണ്ട. കാര്യം ആരാധിക്കാൻ കുറേ ജോലിക്കാർ സ്വർഗത്തിലുണ്ട്. കർത്താവ് ഒരുപക്ഷെ അത് കേട്ട് 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 ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നിൻ്റെയും കൂടെ ഒരു പാട്ട്, പക്ഷെ നീ അത് സ്നേഹത്തിൽ നിന്നാ ചെയ്യുന്നെങ്കിൽ, ആരുടെയും നിർബന്ധത്താലല്ല ഹൃദയത്തിൽ നിന്നാ ചെയ്യുന്നെങ്കിൽ, ഇന്ന് പകൽ കർത്താവ് നിനക്ക് കൈതരും. കർത്താവ് നിന്റെ അടുക്കൽ വരും. കർത്താവ് നിന്നെ, ഞങ്ങളാരും പാടാൻ വേണ്ടി ഇവിടെ കയറി വന്ന് പാടുന്നവരല്ല, പാടിപ്പോയതുകൊണ്ട് അങ്ങ് പാടുന്നത്. സ്തോത്രം. ഹലോ, അടുത്തിരിക്കുന്ന ആളോട് പറ, പാടാൻ വേണ്ടി പാടില്ലെന്ന് പറ. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പം പാടിപ്പോകുന്നത് കൊണ്ട് ഇത് ഹൃദയത്തിൻ്റെ അകത്തുനിന്നായിരിക്കണം. മിഷനാകരുത്, യന്ത്രമാകരുത്, യാന്ത്രികമാകരുത്, ആരെങ്കിലും പറഞ്ഞിട്ടാകരുത്. എൻ്റെ അപ്പനും അമ്മയും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടപ്പോൾ മാനുഷികമായ ആ ബന്ധം എന്നെ അവരിലേക്ക് ഒത്തിരി അടുപ്പിച്ചെങ്കിൽ
സ്വർഗീയമായ ഈ ബന്ധം നമ്മെ കർത്താവിലേക്ക് എത്രയോ അടുപ്പിക്കും ദൈവമക്കളെ. സുഖമുള്ള സുഖമുള്ള കാലത്ത് കണ്ണുനീർ യേശു മാത്രം. ഓ യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണൻ. ഓ യേശു എൻ്റെ എൻ്റെ സുഖമുള്ള കാലം യേശു മാത്രം മതി. സുഖമുള്ള കാലം കണ്ണുനീർ നേരത്ത് യേശു മാത്രം. ഓ സുഖമുള്ള കാലം കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. I love you, Jesus. I love you, Jesus. I love you, Jesus. I love you, Jesus. Love you, Jesus. I love you, Jesus. I love you. I love you, Jesus. ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കാം, ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കാം. മന്ന വർണ്ണിപ്പാനേളുതല്ല എനിക്ക്, മന്ന വർണ്ണിപ്പാൻ തേടി വന്നു. ദോഷിയാവൻ നെയ്യുമൻ തേടി വന്നു. ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കാം, ഇത്രമാം മന്നവൻ മന്നവൻ തേടി വന്നു. ദോഷിമെന്നെ
അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. യേശുവിൻ ഭാഗ്യസന്നിധിയിൽ നീതിയിൽ വാടമോടികളും തന്മക്കൾക്ക് സ്വർഗേ ലഭിക്കും. അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശു രക്ഷാകരൻ താങ്ങും താണലുമാ. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേ ശാരോനിൻ പനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. 10,000 ഏറ്റം യേശുവിൽ എൻ തോഴനെ കണ്ടേ. എനിക്കെല്ലാം ആയവനെ 10,000 ഏറ്റം സുന്ദരനേ. ശാരോനിൻ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ.
friend I found, closer than a brother. I have felt your touch, more intimate than lovers. Jesus, 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 friend forever. What a hope I found, more faithful than a mother. It would break my heart to ever lose each other. Call his name, Jesus. Oh, Jesus, Jesus, friend forever. ഇന്ന് രാത്രി യേശു എന്നോട് പറയുന്നു, നിന്നെ സൗഖ്യമാക്കാൻ ഞാൻ ഇറങ്ങിയതുപോലെ എന്നെ വിളിക്കുന്നവന്റെ മുമ്പിൽ ഞാൻ ഇറങ്ങി നിൽക്കും. എന്നെ വിളിക്കുന്നവന്റെ മുമ്പിൽ ഞാൻ ഇറങ്ങി നിൽക്കും. Oh, Jesus, friend forever. Aradhana, 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 Aradhana. സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്. നിൻ പൊന്മുഖം ഞാൻ കണ്ടിടുമ്പോ എൻ ദുഃഖമെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു,
സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല നന്ദിയോടെ വാഴ്ത്തും ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശു